ഹായ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഏറ്റവും പുതിയ 2025 മോഡൽ CB350 RSലാണ്. ഈ വാഹനത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കളറാണ്. പേൾ ഡീപ്പ് ഗ്രൗണ്ട് ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഇന്തോനേഷ്യയിലൊക്കെ GB350 ഉണ്ടായിരുന്ന കളറാണ്. കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് കാരണം ഇന്ത്യയിലേക്ക് ഇപ്പോൾ CB350 സീരീസിലേക്ക് ഹോണ്ട ഈ കളറിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 2025 മോഡൽ CB350 RS വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഏറ്റവും പുതിയ CB350 RSൽ 4 കളറുകളാണുള്ളത്. ഒന്ന് ഈ കാണുന്ന ഡീപ്പ് ഗ്രൗണ്ട് ഗ്രേ പേൾ എന്ന് പറയുന്ന കളറ്, പിന്നെ ആ കാണുന്ന റീബിൾ റെഡ്, പിന്നെ ബ്ലാക്ക്, പിന്നെ ഗ്രേ, അങ്ങനെ 4 കളറാണുള്ളത്. നമ്മുടെ ബ്ലാക്കിൽ ഒരു യെല്ലോ സ്ട്രിപ്പുകൾ ഉണ്ടായിരുന്ന ആ കളർ എന്ന് പറയുന്നത് അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ CB350 RSൻ്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് വരുമ്പോൾ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു LED ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതിന് 2 ചേമ്പറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഔട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് റിങ് ഹെഡ്ലൈനിന് ചുറ്റുമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ സസ്പെൻഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 41 mm ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോൾ ഒരു ട്വിൻ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ടയറിൻ്റെ സൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 100-90-19 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ മൾട്ടി സ്പോക്ക് അലോയ് വീലുകൾ കൊടുത്തിരിക്കുന്നു. ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. 310 mm ഡിസ്ക് റോട്ടറുകളാണ് ഈ CB350 RSൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിസിൻ്റെ ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു ഡ്യുവൽ ചാനൽ ABS സപ്പോർട്ടും ഈ വാഹനത്തിനുണ്ട്. പിന്നെ ഇവൻ്റെ ഫെൻഡറുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലീക്കായിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഫെൻഡറുകളാണ് ഈ RSൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ CB350 ഹൈനസിൽ കണ്ടതുപോലെയുള്ള വലിയ ഫെൻഡറുകളല്ല ഈ CB350 RSൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈനസിൽ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള റൗണ്ട് ടൈപ്പ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ ഇതിലൊരു വളരെ സ്ലീക്കായിട്ടുള്ള LED ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹൈനസിൽ കൊടുത്തിരുന്ന പോലെയുള്ള ഹസാർഡ് ലൈറ്റ് ഫംഗ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹസാർഡ് ലൈറ്റ് ഫംഗ്ഷൻ 2 ഫംഗ്ഷനാണുള്ളത്. ഒന്നിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഫംഗ്ഷനും ഒന്ന് ഇതേപോലെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഫംഗ്ഷനുമാണ് ഈ ഹസാർഡ് ലൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി CB350 RSൻ്റെ സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ മുൻ മോഡലിൽ ഉണ്ടായിരുന്ന ആ സെയിം ടാങ്കാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. 15 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ വശങ്ങളിലായിട്ട് ഹോണ്ടയുടെ ഒരു ഹോളോഗ്രാം ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ സൈഡ് കവറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് മോഡൽ ഉണ്ടായിരുന്ന സൈഡ് കവർ തന്നെയാണ്. അതിൽ CB350 RS എന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ആയിട്ടൊരു യെല്ലോ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ സ്റ്റിക്കർ തന്നെ ടാങ്കിൻ്റെ മുകളിൽ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറിൽ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ CB350 ഹൈനസിൽ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ക്രോമിയം ഫിനിഷിലുള്ള എക്സോസ്റ്റാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് പൗഡർ കോട്ട് എക്സോസ്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടേക്കായിട്ടൊരു ഹീറ്റ് ഗാർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ CB350 RSൻ്റെ എഞ്ചിനിലേക്ക് വരാം. ഹൈനസിലുണ്ടായിരുന്ന ആ സെയിം എഞ്ചിൻ തന്നെയാണ്. 348 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ്. ഒരു ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനും കൂടിയാണിത്. ഇനി ഇവൻ്റെ പവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 21 PS പവറും 31 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 21 PS പവർ എന്ന് പറയുന്നത് 5500 RPM-ലും 30 Nm ടോർക്ക് എന്ന് പറയുന്നത് 3000 RPM-ലാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി RSൻ്റെ റിയർ ടയറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 150, 70, 17 ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു മൾട്ടി സ്പോക്ക് അലോയ് വീലുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. 240 mm ഡിസ്ക് റോട്ടറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിസിൻ്റെ ഒരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ RSൻ്റെ ടെയിൽ എൻഡിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ CB350 ഹൈനസിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ടെയിൽ എൻഡ് പോർഷനാണ് RSൽ വന്നിരിക്കുന്നത്. ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു ടെയിൽ എൻഡ് ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫെൻഡറും വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫെൻഡറാണ്. ആ ഫെൻഡറിൻ്റെ അറ്റത്തായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ നമ്പർ പ്ലേറ്റിനുള്ള പ്രൊവിഷനും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി CB350 RSൻ്റെ സീറ്റുകളിലേക്ക് വരാം. ഒരു നാപ്പ ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഒരു സിംഗിൾ സീറ്റ് സെറ്റപ്പ് തന്നെയാണ് CB350 RSൽ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിടിച്ചിരിക്കാനുള്ള സ്ട്രൈപ്പുകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇവൻ്റെ കുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഷനിങ്ങുള്ള സീറ്റുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സീറ്റുകളിലേക്ക് കയറിയിരിക്കാം. സീറ്റുകളിലേക്ക് കയറിയിരിക്കുമ്പോൾ ഒരു 800 mm സീറ്റ് ഹൈറ്റാണ് ഈ വാഹനത്തിൽ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 168 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ 180 കിലോ ഭാരമാണ് ഈ വാഹനത്തിനുള്ളത്. ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5 ആയിട്ടുള്ള എനിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാന്റഡ് ഫുഡ് ചെയ്യാവുന്ന സീറ്റ് ഹൈറ്റ് തന്നെയാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. CB350 ഹൈനസും RS തമ്മിലുള്ള എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയാം.
ഹൈനസിനേക്കാളും ഒന്നും കൂടി തമ്പ് കൂടിയ സൗണ്ടാണ് ഈ എക്സോസ്റ്റിനോട് വരുന്നതെന്ന് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി CB350RSന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാരി കാർഡ് കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ മെറ്റൽ ഫിനിഷും ഉണ്ട്, ഒരു ഫൈബറിൻ്റെ പാർട്ടും ഉണ്ട്. പിന്നെ ആ റിയർ ഹൈഡ്രോളിക് സസ്പെൻഷൻ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഫുഡ് റെസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ആക്സസറി തന്നെയാണ്. പിന്നെ പില്ലിയൻ ഫുഡ് റെസ്റ്റ് ഒക്കെ നല്ല ഗ്രിപ്പോട് കൂടി കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ആ സൈഡ് കവറിൽ CB350RS എന്നുള്ള ബാഡ്ജിങ്ങും ആ യെല്ലോ ലൈനും കാണാം. പിന്നെ വസ്തുക്ക് വരുമ്പോൾ ഇവൻ്റെ ചെയിൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫൈബറിൻ്റെ ഗാർഡ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇടതുവശത്തായിട്ട് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിങ്ങിൽ ഹോണ്ട എന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ വാഹനത്തിൽ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ ലിവറുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് CB350RSന്റെ ഹാൻഡിൽ യൂണിറ്റിലേക്ക് വരാം. ഹാൻഡിൽ യൂണിറ്റിലേക്ക് വരുമ്പോൾ വളരെ വൈഡായിട്ടുള്ള ഹാൻഡിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഹാൻഡിൽ ഗ്രിപ്സിലേക്ക് വരുമ്പോൾ ഹൈനസിൽ കണ്ടിരുന്ന പോലുള്ള ഹാൻഡിൽ ഗ്രിപ്സും എൻഡ് വെയിറ്റുകളും കൊടുത്തിരിക്കുന്നു. സ്വിച്ച് ഗിയറിലേക്ക് കാര്യത്തിലേക്ക് പോവുകയാണെങ്കിലും ആ സെയിം സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് രണ്ട് സൈഡിലും ഉപയോഗിച്ചിരിക്കുന്നത്. മിററിലേക്ക് പോകുമ്പോഴും ആ കൺവെൻഷണൽ ആയിട്ടുള്ള റൗണ്ട് ടൈപ്പ് മിററുകൾ തന്നെയാണ് CB350RSലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വരാം. മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോഴും ആ സെയിം മീറ്റർ കൺസോളുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഇവിടെ ആയിട്ട് സ്പീഡോമീറ്ററിൻ്റെ ഇൻഡിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു MID കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈം, ഫ്യൂവല്, അതുപോലെ കിലോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ആയിട്ട് ഇക്കോ, ABS, ന്യൂട്രൽ പൊസിഷൻ, അതുപോലെ എൻജിൻ വാണിങ്, ഹെഡ്ലൈറ്റിൻ്റെ വാണിങ്, അതുപോലെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ. പിന്നെ ഈ കാണുന്നത് ഹോണ്ടയുടെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റമാണ്. അതിനെ ഹോണ്ട വിളിക്കുന്നത് ഹോണ്ട സ്വിച്ചബിൾ ടോർക്ക് കൺവെർട്ടർ സിസ്റ്റം എന്നാണ്. ആ കാര്യങ്ങൾ കൂടെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം കണക്ടിവിറ്റി കാര്യങ്ങളുള്ള ഇത് തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ വോയിസ് കൺട്രോൾ സിസ്റ്റം ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ CB350RSൽ വരുന്ന റേബിൾ റെഡ് എന്ന് പറഞ്ഞ കളർ ഈ വാഹനമാണ് കേട്ടോ. പിന്നെ CB350RSൽ വരുന്ന ഗ്രേ കളർ വാഹനം ഇതാണ് കേട്ടോ. അതിലും യെല്ലോ ആ സ്റ്റിക്കർ വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ബ്ലാക്ക് വാഹനം ഇപ്പോൾ ഈ ഷോറൂമിൽ അവൈലബിൾ അല്ല. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനുള്ള RS ആണ് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ടാണ് ഫുൾ ബ്ലാക്കിൽ ടാങ്കിൻ്റെ മുകളിൽ മാത്രം യെല്ലോ സ്ട്രൈപ്സ് മാത്രമായിട്ട് വരുന്ന വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ 2025 മോഡൽ CB350RSൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡീലക്സ് എന്ന വേരിയൻറ്റിന് 2,16,000 രൂപയും ഡിലക്സ് പ്രോ എന്ന വേരിയൻറ്റിൽ 2,19,000 രൂപയാണ് എക്സ് ഷോറൂം റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബിഗ് വിങ് ഷോറൂമിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസും മറ്റു കാര്യങ്ങളും ടെസ്റ്റ് ഡ്രൈവൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് CB350RSൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ.